എക്സ്ക്യൂസ് മീ 1 സെക്കൻഡ്. അറിയാതെ സംഭവിച്ചു പോയതാണ്, ക്ഷമിക്കണം. അതിനിപ്പോഴൊന്നും സംഭവിച്ചില്ലല്ലോ. അന്ന് നമ്മൾ എക്സ്കർഷന് പോയപ്പോൾ. ഓ അതാണോ? ഇറ്റ്സ് ഓൾ റൈറ്റ്, ഡോണ്ട് വറി. താങ്ക് യു. രാജാവേ, നീ എന്ന് മുതലാണ് ഈ ഹരിജനോദ്ധാരണം തുടങ്ങിയത്? ഹരിജനോദ്ധാരണം? ഇതിനാണല്ലേ നീ എന്നെ വിളിക്കാതെ നേരത്തെ റൂമിൽ നിന്ന് പോകുന്നത്? ഞാൻ മിസ് മാലതിയോട് മാപ്പ് ചോദിക്കായിരുന്നു. നീയാണ് സാക്ഷാൽ എസ്പേഡ് രാജാവ്. എടാ, നിന്നെ പോലുള്ള തമ്പുരാക്കന്മാർ പറയുന്നത് എന്തും അടിയങ്ങൾ അനുസരിക്കണം. അതാണ് ദൈവനിശ്ചയം. അത് തനിക്കറിയാമോ? എടാ എടാ, ഒന്ന് അടങ്ങടാ ഇസ്ലാമേ. ഞാൻ കഷ്ടകാലത്തിന് ഒരു ക്ഷത്രിയനായി ജനിച്ചുപോയി. അതുകൊണ്ട് എന്നെ ഇങ്ങനെ കൊല്ലാതെടാ ഹലാക്ക് പിടിച്ചവനെ. ഈ രവിയർമ്മ ഒരു പാവമാണ്, ഇല്ലെങ്കിൽ മാപ്പ് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ട്. ഓ, ഒരേ നാട്ടുകാരാണല്ലോ. നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയുമോ? എനിക്കറിയാം, എന്നെ അറിയുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു കോവിലകമുണ്ട്, അവിടത്തെയാണ് അദ്ദേഹം. പഴമൊക്കെ തൊഴിഞ്ഞു വീഴുന്നു. മനുഷ്യരെക്കാൾ നന്ദിയുണ്ട് കിട്ടുണ്ണി മൃഗത്തിന്. കിട്ടുണ്ണി കണ്ടില്ലേ? ചന്ദ്രശേഖരനെ വിറ്റു വെച്ചാലും അവൻ ഇന്നും ഈ കോവിലകം മറന്നിട്ടില്ല. അവനെ ഈ നാട്ടിലെങ്ങാനും കൂടി കൊണ്ടുപോയാലും ഈ കോവിലകത്ത് വന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കഴിക്കാതെ അവൻ പോവില്ല. അല്ലേ ചന്ദ്രശേഖര? വാങ്ങിച്ചോളൂ, തിരുമനസല്ലേ തരുന്നത്, തിന്നോളൂ. എന്റെ ചന്ദ്രശേഖരനെ വിറ്റപ്പോഴേക്കും കോവിലകത്തിന്റെ ക്ഷയവും തുടങ്ങി കിട്ടുണ്ണി. എന്റെ കണക്ക് ഇതൂടെ. എന്താ ഇപ്രാവശ്യം പാട്ട നെല്ല് തരാൻ? നിങ്ങൾ പോയിക്കൊള്ളൂ. എന്താ വേണ്ടതെന്ന് നാം കിട്ടുണ്ണിയെ പറഞ്ഞ് ഏർപ്പെടുത്തുന്നുണ്ടോ? ദീപം ദീപം ദീപം. എന്താ കിട്ടുണ്ണിയെ ചെയ്യുക? കൃഷി പിഴയാണത്രേ. അതുകൊണ്ട് ഈ വർഷം പാട്ട അളക്കാൻ കഴിയില്ല പോലും. പാട്ട അളന്നില്ല വെച്ചാൽ കോവിലകത്തെ കാര്യം ധർമ്മ സങ്കടത്തിലാണെന്ന് കൂട്ടിക്കോളൂ. അടിയനൊന്ന് ചോദിച്ചു നോക്കാന്ന് നിരീക്ക. ഒന്ന് വിശദമായി ഒന്ന് ചോദിച്ചോളൂ. എന്നിട്ടും അളക്കാൻ ഭാവമില്ലെന്ന് വെച്ചാൽ ചോദിക്കാൻ വേറെ ആളുണ്ട്. ആരാണാവോ? കിട്ടുണ്ണി തന്നെ പറഞ്ഞോളൂ. ആരാണെന്ന് അടിയന് ബോധ്യായില്ല അല്ലേ? തമ്പുരാൻ. അല്ലാണ്ടാണ് ദൈവം തമ്പുരാൻ. എന്താ ആശുപത്രി? കോളേജിലേക്ക് ഫീസ് അയക്കേണ്ട ദിവസം കഴിഞ്ഞു അത്രേ. എന്നാര് പറയണു? അപ്പോ അതേപ്പറ്റി വേറെ ആർക്കും ചിന്തയില്ല എന്നാ അവള് കരുതിയിരിക്കണേ. നോവും അതേപ്പറ്റി തന്നെ നിരീക്കണേ. കിട്ടുണ്ണിയെ അപ്പൂഞ്ഞിനോട് കുറച്ച് രൂപ കൂടി ചോദിച്ചോളൂ. എന്താ വെച്ചാൽ ചെയ്തു കൊടുക്കാന്ന് കൂടി പറഞ്ഞോളൂ. നാം നോക്കിയിട്ട് മറ്റൊരു മാർഗവും കാണുന്നില്ല. ഉണ്ണിക്ക് ഫീസ് കൊടുക്കാണ്ട് പറ്റൂലല്ലോ. നാളെ തന്നെ ചോദിച്ചോളൂ. അങ്ങനെ ആട്ടെ. നാം ഒന്ന് കുളിച്ചിട്ട് വരട്ടെ സുഭദ്രേ. ഇന്ദു ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നോ? അച്ഛൻ ഉണ്ണിയേട്ടന്റെ ഫീസിന്റെ കാര്യം എന്താ പറയാന്ന് കേൾക്കുകയായിരുന്നു. അപ്പോ ചേട്ടൻ പറഞ്ഞത് ശരിയാ. ഉണ്ണിയുടെ കാര്യത്തില് ഞങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ നിനക്കാൻ തോന്നുന്നു. അങ്ങനെ തന്നെ വേണമല്ലോ. ഉണ്ണിയേട്ടൻ കൊണ്ടുവരുന്ന പാവയ്ക്ക കൊണ്ടാട്ടും കടുമാങ്ങയും ഇപ്പോ തീർന്നിട്ടുണ്ടാവില്ലേ അമ്മേ? ആവോ, ഞാനെങ്ങനെയാ ഇതൊക്കെ അറിയാ? നിനക്കല്ലേ നിശ്ചയം കാണൂ. നമുക്ക് കുറച്ച് കടുമാങ്ങയും പലാടൊക്കെ ഉണ്ടാക്കി വെച്ചാലോ അമ്മേ? എന്നിട്ട് ഇതൊക്കെ ആരാ കൊണ്ടുപോയി കൊടുക്കുക? നീ കൊണ്ടുപോയി കൊടുക്കും? ആരുടെ കയ്യിലെങ്കിലും കൊടുത്തയക്കാം അമ്മേ. ഏതായാലും നമുക്ക് ഉണ്ടാക്കി വെക്കാം. Students, today I am going to talk on Shakespeare text. In every play of Shakespeare, there are many passages which are obscurely worded and difficult to explain. We have reason to doubt that these passages are correct. That is, they have not come down to us
as Shakespeare wrote them. ഓ പിന്നെ നമ്മളെയൊക്കെ പോലെയാണ്. മാലതി എന്ന് പറഞ്ഞാൽ നാഴികമണിയല്ലേ, എല്ലാം കൃത്യമായിരിക്കും. ദേ ഞാനൊരു പാവാണ്, എന്നെ അങ്ങ് വിട്ടേക്കണം. പഠിക്കുന്ന കുട്ടികൾ അങ്ങനെയാ. പെണ്ണ് ചാടുന്നു. എന്റെ ദേഹത്ത് തൊടല ചെയ്തി എനിക്ക് ഇക്കിളാവുന്നു. ഇക്കിളോ എന്നാ കൊള്ളില്ലല്ലോ ഇത്. വേണ്ട മാല, വേണ്ട വേണ്ട വേണ്ട. Japan, love in Tokyo. Japan, love in Tokyo. ഇനി തിരുമേനിയുടെ ഒരു കഥകളി അതൊന്നും നോക്കില്ല. പിന്നെ താനെന്താ മഹാക്ഷ നടക്കട്ടെ. പ്രിയമാനസാനി പോയി വരേണോ പ്രിയയോടന്റെ വാർത്തകൾ ചൊൽവാൻ പ്രിയമാനസാനി പോയി വരേണോ പ്രിയയോടന്റെ വാർത്തകൾ ചൊൽവാൻ ഇനി എന്നും ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്താ മാധവിക്കുട്ടി ഇനി മാല കെട്ടി അമ്പലത്തിലേക്ക് കൊണ്ടുവരണ്ട കേട്ടോ. നോമ്പ് ഒന്ന് വാങ്ങിച്ചോണ്ട് പോരാ. ഇത് കാണാലോ. ഏത്? അല്ല മാല കെട്ടേ, മാധവിക്കുട്ടിയുടെ മാല കെട്ട് കാണാൻ ഒരു ശേലാണേ. നോമിനി എന്നും വരണ്ട. ആയ് ആയ്, ആ കണ്ണും ആ മൂക്കും ആ നോട്ടവും. ഭഗവതിയുടെ പ്രതിഷ്ഠ എങ്ങനെയാ? അങ്ങനെയാ. ആ മാല ഇങ്ങനെ തരും. ഈ മാലയുണ്ടല്ലോ, ആ പ്രതിഷ്ഠയിലേക്ക് അങ്ങോട്ട് ചാർത്തുമ്പോഴേ ആ പ്രതിഷ്ഠയ്ക്ക് മാധവിക്കുട്ടിയുടെ മുഖ സപ്ത വർണ്ണ. മാധവിക്കുട്ടി കിട്ടുണ്ണി സംശയിച്ചോ? സംശയിച്ചില്ല. മഴയ്ക്ക് നീളം മതിയോ നിങ്ങൾ നോക്കി. ബുദ്ധിയുണ്ട്, ബുദ്ധിയുണ്ട്. മാധവിക്കുട്ടി കിട്ടുണ്ണിക്ക് ബുദ്ധിയുണ്ട്.
തിരുമേനി പൊയ്ക്കോളൂ. കിട്ടുണ്ണിയുടെ ബുദ്ധി അങ്ങോട്ട് പോയാലോ എന്നൊരു ഭീതി. തിരുമേനി പൊയ്ക്കോളൂ. കിട്ടുണ്ണിയെ, നാം ബ്രാഹ്മണനാ, ശുദ്ധ ബ്രാഹ്മണൻ. അതേലോ, ബ്രഹ്മഹത്യാഭാവം വേണ്ടാന്ന് കിട്ടുണ്ണിയും കരുതിക്കുന്നു. പോയിക്കോളൂ. നാം പോയിക്കൊള്ളാം. കിട്ടുണ്ണി സംശയിക്കരുത് കേട്ടോ. നാം പോയിക്കൊള്ളാം. കിട്ടുണ്ണി സംശയിക്കരുത്. മാധവിക്കുട്ടിയെ, മാധവിക്കുട്ടി ഇവിടെ വരൂ. ഞാൻ ആരാ? മാധവിക്കുട്ടിയെ, എന്തിനാ കഴിയുന്നത്? ഞാൻ നിന്നെ കൊന്നില്ലല്ലോ, പിന്നെ എന്തിനാ? ആളുകൾ കേൾക്കും. ഇത് ആളുകൾ കണ്ടാ തോന്നുന്നെങ്കിൽ ചായപ്പില്ലാതിട്ട് ഞാൻ നിന്നെ തല്ലില്ല. എന്റെ മാധവിക്കുട്ടിയല്ലേ, ഞാൻ കാല് പിടിക്കാം. എന്റെ മാധവിക്കുട്ടിയല്ലേ, അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. ഈ പൂമാലെല്ലാം ഞാൻ സംശയിക്കേ. ഇതിന്റെ സംശയമാലയൊക്കെ ഇട്ട് ദേവിയെ പോലല്ലേ ഇരിക്കുന്നത്, മഹാലക്ഷ്മിയെ പോലെ. ഞാൻ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് മാധവിക്കുട്ടിയെ എങ്ങനെ ഇരുത്തില്ലേ? ഇങ്ങനെ പൂവൊക്കെ വാരിയിട്ട് സന്തോഷമാക്കിട്ട് ഞാൻ ഇരുത്തില്ലേ? ചിരിക്കോ, ഒന്ന് ചിരിക്കോ മാധവിക്കുട്ടിയെ? ദേവിയല്ലേ ഇരിക്കുന്നത്? ദേവി, ഒന്ന് ചിരിക്കോ. അപ്പുഞ്ഞു വന്നു. നാം കാത്തിരിക്കായിരുന്നു കേട്ടോ. നമുക്ക് സന്തോഷായിട്ടോ. അതിങ്ങോട്ട് എടുത്തോളൂ. ഉറപ്പിക്ക 500 ഇല്ലേ? അടിയൻ കുറെ കഷ്ണിക്കേണ്ടി വന്നു. എന്നാലും ഒരു കണക്കിന് അടിയൻ തുക മുഴുവൻ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പുഞ്ഞു പറയണത് നമുക്ക് വിശ്വാസ. താ എണ്ണനില്ല. ഈ സഹായം നാം മറക്കൂല അപ്പുഞ്ഞെ. ഉണ്ണിയെ ഫീസില്ലാണ്ട് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടുവച്ച അതിന്റെ കേട് കോയിലകത്തില. അപ്പുഞ്ഞു രക്ഷിച്ചു. എന്താ കിട്ടുണ്ണിയെ? ഇതെല്ലാം എടുത്ത് ഭൂമുഖത്തേക്ക് വെച്ചോളൂ. ഒന്നും പുറത്തുനിന്ന് വെട്ടിയ ആദ്യ കൊലയാ അത്. വലിയ തമ്പുരാന്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ കുന്നുംപുറം ഇനി അപ്പൂഞ്ഞിന് തന്നെ എങ്ങനെ ഇരുന്നോട്ടെ. എന്താ കിട്ടുണ്ണിയെ? അപ്പൂഞ്ഞിനോട് പലപ്പോഴായിട്ട് ഉറുപ്പിയ കുറെ വാങ്ങിയിട്ടില്ലേ? അയ്യോ, ആ കാര്യത്തിൽ വലിയ തമ്പുരാൻ വിഷമിക്കണമെന്നില്ല. ഇനിയും അടിയൻ കൈ കിട്ടുന്നത് പോലെ ഇവിടെ കൊണ്ടുവന്ന് തന്നുകൊള്ളാം. പകരത്തിന് അടിയന് യാതൊന്നും വേണ്ട. അപ്പൂഞ്ഞി ഒന്നും പറയണ്ട. എല്ലാം നോം നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കണം. കിട്ടുണ്ണിയെ, നാളെ തന്നെ ഒരു ആധാരം രജിസ്റ്റർ ആയിക്കോളൂ. കുന്നുംപുറം അപ്പൂഞ്ഞിന് തന്നെ ഇരിക്കട്ടെ. ഒപ്പിടാൻ മാത്രം നാം വന്നോളാം. ബാക്കിയൊക്കെ കിട്ടുണ്ണി ചെയ്തോളൂ. ആധാര ചെലവ് അപ്പൂഞ്ഞി വഹിക്കണം. കിട്ടുണ്ണി ഒരു കാര്യം ചെയ്തോളൂ. ഉണ്ണിക്കുള്ള രൂപ കൊണ്ടുവന്ന് കോളേജിൽ കൊടുത്തോളൂ. തപാൽ വഴി അയച്ച് കിട്ടി വരുമ്പോഴേക്കും താമസമാകും. അതുകൊണ്ട് ഇന്ന് തന്നെ പോയിക്കോളൂ. എന്താ അതിനവിടെ അങ്ങനെ ഒരു പരിചയമൊന്നുമില്ല. അതിനെന്താ, ചോദിച്ചും പറഞ്ഞൊക്കെ പോയാൽ പോരെ? തന്നെയല്ല, പരിത്ത് മാധവിക്കുട്ടി മാത്രമേ ഉള്ളൂ. മാധവിക്കുട്ടിയെ കൂടി കൊണ്ടുപോകണമെന്നുണ്ടോ? ഇന്ന് തന്നെ ഇങ്ങ് മടങ്ങി പോന്നൂടെ കിട്ടുണ്ണി? എന്നാൽ ഇനി സമയം കളയണ്ട. വേഗം ഭാര്യത്ത് പോയിട്ട് വന്നോളൂ. കിട്ടുണ്ണി, അപ്പുറത്തേക്ക് ഒന്ന് വന്നിട്ട് പോയാൽ മതി കേട്ടോ. കുറച്ച് കടുമാങ്ങയും പലഹാരവും ഉണ്ട്. അതുകൂടി ഉണ്ണിക്ക് കൊണ്ടുപോയി കൊടുത്തോളൂ. Today I am going to give you a lecture on the history of man, the tragic story and desire of man. Please take down. The man, the primitive, struggling towards the attainments of his unending life desire, represented by the flickering light in the rope, the lifeline of human race, through which this primitive makes his unsuccessful attempt to obtain the desire. Mr. Vamma, you read? The primitive struggling towards the attainments of his unending life desire, the lifeline of human race through which Come on, next. Sir, ഇത് വർമ്മയുടെ ബുക്കാണ്. മിസ്റ്റർ വർമ്മയുടെ ബുക്കായിരുന്നല്ലേ? നോട്ട് എടുക്കുകയല്ലായിരുന്നു, നോട്ട് ചെയ്യുകയായിരുന്നു അല്ലേ?